എന്ന് പറഞ്ഞിട്ടൊരു ചെക്കുണ്ട്. അപ്പൊ അരുണിന്റെ ഫ്രണ്ടാണ് ഷൈജല്. അങ്ങനെ പരിചയപ്പെട്ട് അപ്പൊ ഇവൻ ഒരു തവണ എന്നോട് പറഞ്ഞു, അട്ടപ്പാടി ശിവരാത്രി ഭയങ്കര ഒരു സംഭവമാണ്, ഒരു ദിവസം വായോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു ശിവരാത്രിക്ക് അവിടെ പോയി. അപ്പൊ അവിടെ അട്ടപ്പാടിയിലെ എല്ലാ ഊരുകളിൽ നിന്നും അട്ടപ്പാടി കൊട്ട് വരും. ഒരു ഊര് കഴിഞ്ഞാൽ അടുത്ത ഊര് വരും. വൻ പവർ പരിപാടി. മാത്രല്ല അവിടെ ഞാന് നമ്മൾ ഈ ഒരു കൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഊര് മുഴുവൻ ജാഥയായി വരും. അതിന്റെ ഫ്രണ്ടിൽ അവര് തോല് കൊണ്ട് ഉണ്ടാക്കിയ ഒറിജിനൽ നാസിക് ഡോൾ എന്നൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ, അട്ടപ്പാടി കൊട്ട് എന്ന് പറയില്ലേ, ആ സാധനത്തിൽ ഇവർ ഓരോ ടീമായിട്ട് വരും. ഒരുപാട് സിനിമാ പ്രവർത്തകർ ഇവരൊക്കെ ഈ ദിവസത്ത് അവിടെ ഉണ്ടാവും. കാരണം അതൊരു വേറെ സംഭവമാണ്. കേരളത്തിൽ എവിടെയും ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഇതിലും രസകരമായ ഒരു സംഭവം ഉണ്ട്. ഇവര് മല്ലീശ്വരൻ എന്നാണ് ഇവര് വിളിക്കുന്നത്. ശിവനെയാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിലൂടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെന്നാണ് എന്റെ അറിവ്. മല്ലീശ്വര മുടി എന്ന് പറയുന്ന ഒരു മലയുണ്ട് അവിടെ, ഒരു വലിയ മല. കാണാൻ തന്നെ അപാര ഭംഗിയാണ്, കൂർത്ത നിൽക്കുക. ഈ മലയുടെ മുകളിലേക്ക് ഇവര് വ്രതം എടുത്തിട്ട് ഈ ആദിവാസികൾ അന്ന് കയറും. എന്നോട് എന്റെ കൂട്ടുകാരനൊക്കെ ഇവരെ കൂടെ പോകും കയറാൻ വേണ്ടി. അവന് മുളംകുറ്റിയൊക്കെ ഉണ്ടാവും, തോളത്ത് നോക്കണ നമ്മൾ ഈ ബാംബൂസിലൊക്കെ കാണൂലേ, ആ തേനൊക്കെ എടുക്കുന്നത്, അത്തരത്തിലുള്ള മുളംകുറ്റി ഇതൊക്കെ ഇട്ടിട്ടാണ് ഇവർ പോവുക. ഇവൻ പറഞ്ഞത് പഴയ കാലത്ത് വസ്ത്രം ധരിക്കാൻ പാടില്ല മല കയറുമ്പോൾ, അങ്ങനെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ കാലഘട്ടങ്ങൾ മാറി വന്നപ്പോഴാണ് വസ്ത്രം ധരിച്ച് ഇവർ കയറുന്ന സമ്പ്രദായം തന്നെ വന്നതെന്നാണ് ആൾ എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഇവർ ഈ മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് പോകും. പക്ഷെ ഈ മലയുടെ മേലേക്ക് പോകുമ്പോൾ ഇല്ല നമുക്ക് സൈലന്റ് ആക്കിടാ അല്ലേ ബെറ്റർ. അപ്പൊ ഇവര് അപ്പൊ ഇവര് ഈ മലയുടെ മേലേക്ക് പോകും. അപ്പൊ ഇത് വ്രതം നോൽക്കാത്തവര് മലയുടെ മേലെത്തില്ല എന്നാണ് ഇവര് വിശ്വാസം. ഒരുപാട് പേര് വീണ് മരിച്ചിട്ടുണ്ട്. മരണം സുനിശ്ചിതമാണ് ഈ മലയുടെ മേലേക്ക് പോകുമ്പോൾ. അത്രയും അപകടകരമായ ഒരു പാതയിലൂടെ വേണം പോകാൻ. കാരണം ചെങ്കുത്തായ മല, ആ മല നമുക്ക് കാണാൻ കഴിയും. അത്രയും കുത്തനെ നിൽക്കുന്ന ഒരു മലയാണിത്. അവിടേക്ക് പോകുമ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തിക്കുമ്പോൾ ആടുന്ന ഒരു പാറയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ പാറയുടെ കറക്റ്റ് ബാലൻസിൽ നിന്നാലേ അപ്പുറം കടക്കാൻ കഴിയും. അതും കഴിഞ്ഞ് മലയുടെ മേലെത്തിക്കഴിഞ്ഞാൽ ഇവർക്കൊരു കടമ അവിടെ ചെയ്യാനുണ്ട്. അവിടെ പൂജ നടത്തണം. ആളെന്നോട് പറഞ്ഞിട്ടുള്ളത്, അവർ ചെല്ലുമ്പോൾ അവിടെ മുകളിലുള്ള ഒരു കുളത്തിൽ വെള്ളം ഉണ്ടാവില്ല. ഇവര് പൂജ ചെയ്ത് ഇറങ്ങുമ്പോഴേക്ക് ആ കുളത്തിൽ വെള്ളം എത്തും. എന്നോട് പറഞ്ഞതാണ്. അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്കറിയില്ല. അവിടുത്തെ ഒരു ആദിവാസി ആയിട്ടുള്ള ഒരാള് എന്നോട് പറഞ്ഞതാണ്. പിന്നെ അതില് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവരൊരു 7 മണി 7:30 കൂടി അതിന് മുകളിൽ ഒരു വിളക്ക് കത്തിക്കും. വിളക്കുന്ന തീയിടുകയാണോ വിളക്ക് എത്തിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത്രയും താഴെ നിൽക്കുന്ന നമുക്ക് ആ വെളിച്ചം കാണാം. ചിലപ്പോ ഈ മല നിൽക്കുന്ന മേഘത്തിനുള്ളിലായിരിക്കും, വലിയൊരു മേഘത്തിന്റെ ഉള്ളിൽ. പക്ഷെ അവിടെ ഇവരിത് കത്തിക്കും. എന്ത് ടാസ്ക് എടുത്തിട്ടായാലും ഇവരിത് കത്തിക്കും. 100ഓളം പേര് പോകും. അത്രയും പേർക്ക് അവിടെ നിൽക്കാൻ കഴിയും. നിൽക്കുന്നവര് തന്നെ വളരെ അടുത്തടുത്ത് നിൽക്കണം. ഒരു തവണ പോയ സമയത്ത് അവിടെ കത്തി. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. ഇവരുടെ കത്തിക്കുന്നതിനിടയിൽ ഈ മല കത്തി. ഈ മല കത്തിയ സമയത്ത് ഇത് താഴേക്ക് ഇറങ്ങി അവരെ കാടിനെ ബാധിക്കും. ഇവര് ചെയ്തത്, ഇവര് പല ടീമുകളെ ആള് കേറിക്കോട്ടെ, ടെക്നിക്കൽ ഓക്കെ. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ തീ കത്തി. അപ്പോ ആകെ കത്തിയ സമയത്ത് ഇവർ ചെയ്തത് എന്താ വെച്ചാല്, ഇവര് പല ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു സൈഡിലുള്ള താഴത്തേക്കുള്ള പുല്ല് മുഴുവൻ പറിച്ചു കളഞ്ഞു. അത് കടന്ന് ഇപ്പുറത്തേക്ക് പോവില്ല. ആ പുല്ല് മുഴുവൻ പറിച്ചു കളഞ്ഞിട്ട് ഇവരാ തീനെ അവിടെ നിയന്ത്രിച്ച് അതിന് മുകളിൽ നിന്ന് തന്നെ ഇവർ ഈ വിളക്ക് കത്തിക്കും. ഇതേ സമയം അടിയിലൊരു കൊട്ടും ഉണ്ടാവും. ഇത് വേറൊരു കാഴ്ചയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ റിലേറ്റ് ചെയ്തൊരു സംഭവം കണ്ടു. ഞാൻ ഈ കിങ് കോങ് പടം കണ്ടപ്പോ ഇതൊക്കെ കൊട്ടിയിട്ട് ലൈറ്റൊക്കെ തീ കത്തിക്കൊക്കെ ചെയ്യണ്ടല്ലോ, അതിലൊരു സംഭവം ഉണ്ട്. എന്നിട്ട് ഈ പെൺകുട്ടീനെ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കിങ് കോങ്ങിന്. അപ്പോ ഇതിന്റെ എനിക്ക് എവിടെയോ ഇതിനൊന്ന് റിലേറ്റ് ചെയ്തു. ആ മലയുടെ മുകളിൽ തീ കത്തിക്കുന്നു, അടിയിൽ അട്ടപ്പാടി കൊട്ടി. എന്നിട്ട് അടുത്ത ദിവസം ഇവര് അവിടെ നിന്ന് പ്രസാദവും മറ്റു സാധനങ്ങളും കൊണ്ട് ഇവര് താഴേക്ക് ഇറങ്ങി വരും. അത് അവിടെ ഉള്ളവർക്ക് കൊടുക്കും. എല്ലാ വർഷവും ഈ സംഭവം നടക്കണം. മല്ലീശ്വരൻ അവരെ കനിയണം, എന്നാൽ അവർക്ക് കൃഷിയുള്ളൂ, കാട്ടിലവർക്ക് നന്മ ഉള്ളൂ.